തൃശൂരിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ ഇടതുപക്ഷ തരംഗം ആഞ്ഞടിക്കുമെന്ന് തൃശൂർ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. അന്തരിച്ച നടനും MP-യുമായിരുന്ന ഇന്നസെന്റിന്റെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിൽ സന്ദർശനം നടത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭയിലേക്ക് ഇത് കന്നിയംഗമാണെങ്കിലും MLA-യും മന്ത്രിയുമായിരുന്ന സമയത്തെ തന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അറിയാമെന്ന് സുനിൽകുമാർ പറഞ്ഞു. തൃശൂരിൽ വിജയിച്ചാൽ മണ്ഡലത്തിലെ കുറവുകൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും സുനിൽകുമാർ വ്യക്തമാക്കി. കൺവെൻഷനുകൾ ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കുമെന്നും ഭാരവാഹികളെ ഉടൻ തെരഞ്ഞെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നസെന്റിന്റെ മകൻ സോണറ്റ് VS സുനിൽകുമാറിനെ സ്വീകരിച്ചു. ഏറെ നേരം കുടുംബാംഗങ്ങളുമായി ചിലവഴിച്ച് ഉച്ചഭക്ഷണവും കഴിച്ചാണ് സുനിൽകുമാർ മടങ്ങിയത്. ഇന്ന് രാവിലെ നാട്ടിക, വൈകിട്ട് ഇരിങ്ങാലക്കുട. നാളെ അങ്ങനെ ഒരു 6-ാം തീയതിക്കകത്ത് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളും കവർ ചെയ്യും. 9-ാം തീയതി കൺവെൻഷനാണ്, മണ്ഡലതല കൺവെൻഷൻ. 9-ാം തീയതി കൺവെൻഷൻ കഴിഞ്ഞാൽ എല്ലാ നിയോജക മണ്ഡലം കൺവെൻഷനുകളും ഒരാഴ്ചക്കകത്ത് പിന്നീട് ബൂത്ത് കൺവെൻഷൻ വരെയുള്ള കൺവെൻഷനുകളെല്ലാം പൂർത്തീകരിക്കപ്പെടും. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സംഘടനാ ഒരുക്കങ്ങളെല്ലാം നേരത്തെ പൂർത്തീകരിച്ചാണ്. ഇനി LDF-ന്റെ കൺവെൻഷൻ ചേർന്നതിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുക എന്നുള്ള ഒരു പ്രക്രിയ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. പ്രചരണ പരിപാടികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല നിലയിൽ പ്രചരണ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. തൃശ്ശൂർ സംസ്ഥാനത്തെ ഇപ്പോൾ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അപ്പോൾ അതിലെ ഒരു തരംഗം എന്ന് പറഞ്ഞൊരു 2 തവണ തോൽവിയേറ്റ് വാങ്ങിയെങ്കിലും വീണ്ടും മത്സരരംഗത്തുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഫണ്ടുകളോട് എത്തുന്നില്ല എന്നുള്ളൊരു ഇതാണ് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ നിലവിൽ കഴിഞ്ഞ MP-യുടെ കാലത്ത് ഇതേപോലെ ഫണ്ട് നഷ്ടപ്പെടുത്തിയൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിലെങ്ങനെയാണ് ഇപ്പോൾ തോന്നിയിട്ടുള്ളത്? ഞാൻ MP ആകുമ്പോൾ ഞാൻ പറയാം എന്ത് ചെയ്യുന്നുള്ളത്. എന്നെ തിരഞ്ഞെടുത്ത് ഞാനിപ്പോൾ നേരത്തെ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അപ്പോൾ എൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാമെന്ന് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ അത് പ്രകാരം എനിക്കൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ എന്ത് കുറവുകളുണ്ടെങ്കിലും ആ കുറവുകൾ പരിഹരിക്കാൻ എൻ്റെ ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകും. തൃശ്ശൂർ കൈവിട്ടുപോയ മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. സംശയം വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ ഇത്തവണ തിരിച്ചു പിടിക്കും, സംശയമില്ല. ജനങ്ങളുടെ ഒരു ആഗ്രഹം ഇത്തവണ തൃശ്ശൂർ LDF, തൃശ്ശൂർ മാത്രമല്ല കേരളത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തരംഗം ഉണ്ടാക്കും. തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP-മാരുടെ എണ്ണം വലിയ ഒരു എണ്ണം ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാവും. ഇവിടെ ഇന്നസെന്റ് ചേട്ടനൊക്കെ ജയിച്ച വർഷത്തെ ഒരു തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ കാലഘട്ടത്തെ പോലെ ഞാൻ ഇന്നസെന്റ് വീട്ടിൽ നിന്നിട്ട് പറയുന്നത് അതിനേക്കാൾ മികച്ച വിജയം ഇത്തവണ LDF-ന് കേരളത്തിലുണ്ടാവും, സംശയമില്ലാത്ത കാര്യം. ഭക്ഷണം കഴിച്ചിട്ട്